ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒട്ടനവധി വിവാദങ്ങളും തുറന്നു പറച്ചിലുകൾക്കുമുള്ള ഒരു വേദിയായി മലയാള സിനിമ മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഴുത്തുകാരനും നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള ശ്രീ പ്രേംകുമാറാണ്. സർ, സ്വാഗതം. സർ, സമാനതകളില്ലാത്ത ഒട്ടനവധി വിവാദങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നു. ഒട്ടനവധി തുറന്നു പറച്ചിലുകൾ ഉള്ള ഒരു വേദിയായി മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ ആരോപണത്തിൻ്റെ നിഴലിലായത് അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ രഞ്ജിത്താണ്. ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അക്കാദമി എന്ന നിലയിൽ, അക്കാദമിയുടെ ഒരു വൈസ് ചെയർമാൻ എന്ന നിലയിൽ വളരെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നില്ല ഇപ്പോൾ? അക്കാഡമിയുടെ ഒരു ഭാഗത്ത് അങ്ങനെ പ്രതിസന്ധിയൊന്നുമില്ല. ഇപ്പോൾ ആദ്യം പറഞ്ഞ പ്രസ്ഥാനമുണ്ടല്ലോ, സമാനതകളില്ലാത്ത വെളിപ്പെടുത്തലുകൾ എന്നൊക്കെ പറഞ്ഞത്. ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ വന്നിട്ടിപ്പോൾ ഏതാണ്ട് 30 വർഷത്തോളം ആവുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ സിനിമയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പല കഥകളും അന്നും അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ പലതും ഊഹാപോഹങ്ങളോ ഭാവനയിൽ സൃഷ്ടിച്ച കഥകളോ എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ വരുമ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നവരാരും നമ്മളോട് അങ്ങനെയൊന്നും നേരിട്ട് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒന്ന് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അതൊരു വലിയ മാതൃകയാണ്. ശരിക്കും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത തരത്തിൽ, ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങൾ സിനിമാ മേഖലയിലും എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഒരു കമ്മിറ്റി പോലും രൂപീകരിക്കാൻ അവരാരും ധൈര്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് കേരളം വലിയൊരു മാതൃക ആയി മാറുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആക്ഷേപം, അതേക്കുറിച്ച് പുറത്തു വരാൻ വൈകി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ആക്ഷേപം പറയാറുണ്ട്. ഒരു വ്യക്തിപരമായിട്ട് എനിക്കും ആ റിപ്പോർട്ട് കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് സിനിമയിൽ ഉണ്ടാകുമായിരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് കുറേ കൂടിയൊക്കെ കാര്യക്ഷമമായി അതൊക്കെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു ഒരു പക്ഷേ സർക്കാർ ഇത് എന്തുകൊണ്ട് ഇത്രയും ഒരു വൈകി എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ആദരണീയായിട്ടുള്ള ജസ്റ്റിസ് ഹേമ ഒരു ശക്തമായ കത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇത് അതിജീവിതകളെന്നോ ഇരകളെന്നോ ഒക്കെ പറയാവുന്ന ഇവരുടെ മൊഴികൾ, അത് അവരുടെ വലിയ സ്വകാര്യതയുടെ ഒരു വലിയ ഡോക്യുമെൻറ്റുകളാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും പുറത്തു പോകരുത്. അത് അവരുടെ ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്ന അയാളുടെ ഒരു മൗലികമായ അവകാശമാണ്, അയാളുടെ ഒരു റൈറ്റാണ്. അപ്പോൾ അത് പുറത്തു വിടാൻ പാടില്ല എന്ന കർശനമായ ഒരു നിർദ്ദേശം കൂടി ജസ്റ്റിസ് ഹേമ ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും 4.5 വർഷം എടുത്തില്ലേ? വൈകി വരുമ്പോൾ ഒരു റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയ്ക്കകത്തും ഇപ്പോൾ നടന്മാരായിട്ട് അവരെ ആരാധിക്കുന്ന മനുഷ്യന്മാരെ അത്രയും പ്രേക്ഷകർ അത്രയും ഒരു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പ്രേക്ഷകർ അത്രയും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട നടികളെയും നടന്മാരെയും കാണാനായിട്ട്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഇത്രയും വലിയ വിഷയങ്ങളുണ്ടാവുന്നു പറഞ്ഞതുപോലെ തന്നെ 2017 ശേഷം. അപ്പോൾ ഈ റിപ്പോർട്ട് 4.5 വർഷം വൈകി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കിടയിൽ ഒരു അവമതിപ്പ്. അല്ല, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ എന്തുകൊണ്ട് സർക്കാരിന് ഇത് പുറത്തുവിടാൻ പറ്റാതെ വന്നു, അതിൻ്റെ ഒരു സാങ്കേതികമായ തടസ്സങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് വിവരാവകാശ കമ്മീഷണർ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ അടുത്ത്. അത് ഈ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് നിങ്ങൾക്ക് പുറത്തുവിടണം, ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് വരട്ടെ, പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യട്ടെ. സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കൂടി ഒന്നാണ്. സമൂഹത്തിന് വേണ്ടിയിട്ടാണ് സമൂഹം നൽകുന്ന കാശ് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത് അറിയാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനെതിരെയും ചില തടസ്സങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തതിനപ്പുറമായിട്ട് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഭാഗത്തേക്ക് വരികയാണെങ്കിലും ബംഗാളി ആക്ടർ ശ്രീലേഖ മിത്ര ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നു. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. അത് 15 വർഷം മുന്നേ ഉള്ള ഒരു വിഷയത്തെയാണ് അവർ ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ പിന്നാലെ രാജിവെക്കേണ്ടുന്നൊരു അവസ്ഥ വരുന്നു. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ അക്കാദമിയുടെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു രാജിവെക്കേണ്ടി വന്നത് ഒരു നാണക്കേടായിട്ട് കരുതുന്നില്ലേ? അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം വന്നു, തീർച്ചയായിട്ടും ആരോപണത്തിൽ അത് സത്യമുണ്ടാകാം, അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. അത് ഈ രാജിവെച്ച അദ്ദേഹം തന്നെ, നമ്മുടെ ചെയർമാൻ തന്നെ അത് പറഞ്ഞു. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്നും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് താൻ ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹം രാജിവെച്ചത് തൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ ഒരുപാട് കല്ലുകൾ വരുന്നുണ്ട്,
സർക്കാരിനെ എറിയാൻ ഒരുപാട് കല്ലുകൾ വരുന്നുണ്ട്. ആ ഒരു കല്ല്, അതിൽ വരുന്ന ഒരു കല്ലിൻ്റെ പേര് രഞ്ജിത്തെന്ന് ആകരുതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു എന്നൊക്കെ ഞാൻ ആ രാജിവാർത്ത കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഇതിന് പിന്നിലൊരു വലിയൊരു കോൺസ്പിറസി ഉണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അത് അദ്ദേഹം നിയമ നടപടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതും ശരിയല്ല. ഇപ്പോൾ പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാവുന്ന ഒരു രഞ്ജിത്ത് ഉണ്ടാവുമല്ലോ, ഉണ്ട്. ആ രഞ്ജിത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നു? ഞാനൊരിക്കലും കരുതുന്നില്ല. കാര്യം ഞങ്ങൾ എത്രയോ കാലമായിട്ട് നാടകത്തിലുമൊക്കെ ഞങ്ങൾ സഹകരിക്കുകയും സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കങ്ങനെ ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ടില്ല. എൻ്റെ നല്ല സുഹൃത്തും കൂടിയാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോൾ ഇന്ന് ഈ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ 10ഓളം പരാതികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രകാരമല്ല, അതിനപ്പുറം പല നടികളും ഇപ്പോൾ മൊഴി കൊടുത്ത് അവർ ആ ധൈര്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് പുറത്തു വന്നതും സർക്കാർ ഒപ്പമുണ്ട് എന്നൊരു വിശ്വാസത്തിൽ ഈ കേസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ധൈര്യത്തിലാണ് ഇപ്പോൾ 3-4 നടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇനിയും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് വരുന്നു. അപ്പോൾ ഈ തുറന്ന പറച്ചിലുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി വന്നതാണ് ഒന്ന് AMMയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിനെതിരെയുള്ള ഒരു ആരോപണം. അദ്ദേഹവും രാജിവെച്ചു. ഇപ്പോൾ 2 രാജികൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മുകേഷിൻ്റെ രാജിയെക്കുറിച്ചാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷ അതുപോലെ തന്നെ ഭരണപക്ഷത്തിലെ പല CPIക്ക് അകത്തുള്ള അംഗങ്ങളടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യം ഉയർത്തുന്നു. മാത്രമല്ല CPMൻ്റെ ദേശീയ നേതാക്കളായിട്ടുള്ള സുഭാഷിണി അലി അതുപോലെ തന്നെ ബൃന്ദ കാരട്ട് അടക്കം ഈ വിഷയത്തിൽ മുകേഷ് മാറി നിൽക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമാ വ്യവസായത്തിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ചും മുകേഷിനെ പോലുള്ള ഒരു നടൻ, അയാൾ ഒരു കൊല്ലം MLA ആണ്, ഒരു ഉന്നതപ്പെട്ട പദവിയിലിരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ ഇനി ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടൊരു നയരൂപീകരണ സമിതിയിലും മുകേഷ് ഉണ്ട് എന്നുള്ളതാണ്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അവർ മാറി നിന്ന് അന്വേഷണത്തിന് വിധേയരാകണ്ടേ? അല്ല, അത് തന്നെയാണ്. അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ കാര്യത്തിൽ അദ്ദേഹം MLA ആണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ആരോപണം വരുന്ന സ്ഥിതിക്ക് അത് പാർട്ടി അതിനെക്കുറിച്ച് നന്നായിട്ട് പരിശോധിക്കും. ഗവൺമെൻറ് അതിന് ഉചിതമായൊരു തീരുമാനത്തിലെത്തും. വ്യക്തിപരമായി അദ്ദേഹവും അതിന് ഉചിതമായ ഒരു തീരുമാനത്തിലെത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും ഈ ഒരു കുറ്റാരോപണം ഉണ്ടാകുമ്പോൾ ഈ ആരോപണം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാളെ നമ്മൾ ക്രൂശിക്കുന്നത് ശരിയല്ല. ആരോപണത്തിൽ സത്യമുണ്ടാകാം, സത്യമുണ്ടായില്ല എന്നും വരാം. അത് പല ആരോപണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം നടത്തിയിട്ട് അത് തെളിഞ്ഞിട്ട് കുറ്റക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉചിതമായ ശിക്ഷ നൽകട്ടെ. ഇപ്പോൾ കോൺക്ലേവിൻ്റെ ഒരു കാര്യം പറഞ്ഞു. കോൺക്ലേവ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നടത്താൻ ആലോചിക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ സിനിമയിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ അവസ്ഥകളൊക്കെ സമഗ്രമായി ചർച്ച ചെയ്യുകയും ഏറ്റവും കൃത്യതയോടുകൂടി അതിന് വ്യക്തത വരുത്തുകയും അത് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ഏത് രീതിയിലൊക്കെ ആകണം എന്ന് തീരുമാനമെടുക്കാനും എന്തെങ്കിലുമൊക്കെ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണം, സിനിമാ രംഗത്ത് ഒരു നവീകരണം, ഭാവിയിലെ സിനിമയെ വളരെ ശക്തമായിട്ട് ക്രിയാത്മകമായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്തു പകരാൻ വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒന്നാണ് സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത്. അവിടെ ഇതിനോട് ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടാകാം. ഇതിൽ പങ്കെടുക്കുന്ന ചിലർക്ക് അനഭിമതരായിട്ടുള്ളവർ ഇപ്പോൾ ചിലപ്പോൾ അവരുടെ ദൃഷ്ടിയിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിക്കണം. അവർ പറയണം, ഇത് അവരോടൊപ്പം ഞങ്ങൾക്ക് വേദി പങ്കെടുക്കാൻ, ഇപ്പോൾ ഇരകളും വേട്ടക്കാരും എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരം ഒരു വേദിയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞാൽ അവർക്ക് അങ്ങനെ അവർക്കങ്ങനെ വേദി പങ്കിടാൻ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അവരെ നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ അത് വേണ്ടപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ടവർ അത് ആലോചിച്ച് അതിലൊരു തീരുമാനമെടുക്കും. ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു വളരെ വിശുദ്ധന്മാരുടെ ഒരു സമൂഹം, അവിടെ സിനിമയിലുള്ള കുറച്ച് പേർ മാത്രമാണ് ഏറ്റവും പാപികൾ, അവരാണ് ഏറ്റവും കുഴപ്പക്കാരെന്ന രീതിയിലാണ് ഒരു പൊതുബോധം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ പാപിനിയായ ഒരു സ്ത്രീ, ഏറ്റവും നികൃഷ്ട ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആക്രോശിച്ചുകൊണ്ട് വലിയ കല്ലുകളുമായി അവരെ ഓടിക്കുന്ന ഒരു വലിയ ആർത്തട്ടഹസിച്ചു വരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലേക്ക് യേശുക്രിസ്തു വരികയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അതെ, ഈ ആർത്തട്ടഹസിച്ച് വന്ന സമൂഹം മുഴുവൻ നിശബ്ദമായി. അവരുടെ കൈകളിലിരുന്ന കല്ലുകൾ താഴെ വീണു. അവർ തലകുനിച്ച്
ഓരോരുത്തരായിട്ട് മടങ്ങിപ്പോയി. തീർച്ചയായിട്ടും പാപം ചെയ്തവരും കുറ്റം ചെയ്തവരും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. പക്ഷെ അവർ വിചാരണ ചെയ്യുമ്പോൾ അവരുടെയും കുടുംബങ്ങളെക്കുറിച്ചും അവരുടെയും ചില വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അത് അവരുടെ ഒരു മനുഷ്യ അവകാശം കൂടിയാണ്. അതിനെ കൂടി ഒരു പരിധിവരെയെങ്കിലും മാനിക്കാൻ പൊതുസമൂഹവും മാധ്യമങ്ങളും തയ്യാറാവുക വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ സർക്കാർ ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഈ കോൺക്ലേവിൽ വലിയധികം പ്രതീക്ഷയുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടാം എന്നൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോൺക്ലേവിൻ്റെ നയരൂപീകരണ സമിതിയിൽ ആരോപണ വിധേയരായ മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ WCC അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ മാറ്റണ്ടേ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇപ്പോൾ WCCയുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഞാൻ വളരെ ശ്ലാഘിക്കുന്ന ഒരാളാണ്. നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവരുടെയൊക്കെ ഒരു വലിയ പോരാട്ടത്തെ നമ്മൾ സല്യൂട്ടാണ്. അവരൊക്കെ അന്ന് അത്രയും ഒരു ശക്തമായി അതിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് പിന്നെ ആ പ്രിയപ്പെട്ട ആക്രമിക്കപ്പെട്ട സഹോദരി ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ എന്തെങ്കിലും ഒരു അപമാനം നേരിട്ടാൽ നമ്മുടെ സ്ത്രീകൾ ആ അപമാന ഭാരത്തിൽ ഇങ്ങനെ കുറ്റബോധത്തോടെ കുനിഞ്ഞിരുന്ന് സമൂഹത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഇരുണ്ട മൂലകളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല അവർ ധൈര്യമായിട്ട് പുറത്തു വരികയും പൊതുസമൂഹത്തിലേക്ക് വരികയും തങ്ങൾക്ക് നേരിട്ട തിക്താനുഭവത്തെക്കുറിച്ച് പരാതിപ്പെടേണ്ട വേദികളുണ്ടെങ്കിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടവരാണ്. അവർ ശരിക്കും ഇതിൻ്റെ ഒരു പോരാട്ടം നടത്തേണ്ടുന്ന പോരാളികളാണെന്നാണ് ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നത്. ഈ ബംഗാളി അങ്ങനെ ഒരു സഹോദരി ആ രീതിയിൽ ഒരു വലിയ പോരാട്ടത്തിന് മുന്നിൽ വന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വലിയ ക്രിമിനൽ ജയിലിൽ കിടക്കുന്നത്. ആ അന്വേഷണം ഇപ്പോൾ ഇത്രയേറെ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ നിയമപരമായ ഒരു ഇതിലിരിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പോരാട്ടത്തിന് സജ്ജമാക്കാൻ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി ഇങ്ങനൊരു ഇത് രൂപപ്പെട്ടതും അത് പിന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതും. ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിപ്പോൾ നമ്മുടെ ഒരു സിനിമയുടെ ഒരു ചെറിയ ഒരു പരിപ്രേക്ഷ്യത്തിൽ മാത്രം ഒതുക്കി നിർത്തി ചർച്ച ചെയ്യേണ്ട ഒന്നല്ല. ഇത് അവിടുത്തെ സ്ത്രീകളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒന്നുമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയുമാണ്. ഇവിടെ എവിടെയും ഏത് മേഖലയിലും ഒരു ചൂഷണം നേരിടുന്ന, ഒരു പീഡനം നേരിടുന്ന സ്ത്രീകൾ, ഒരു അതിക്രമം നേരിടുന്ന സ്ത്രീകൾ, അവരെയെല്ലാം പ്രചോദിപ്പിക്കുന്ന, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്ന, അവർക്കൊരു ആത്മധൈര്യവും ആത്മവിശ്വാസവും പകരുന്ന അങ്ങനെ ഒരു റിപ്പോർട്ടായിട്ട് കൂടി ഇതിപ്പോൾ മാറുകയും ഇതൊരു പുതിയ ഒരു കാലത്ത് വർത്തമാനകാലത്ത് ഇത് സ്ത്രീകളുടെ മുഴുവൻ എല്ലാ മേഖലകളിലുമുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന തരത്തിലൊരു വലിയ ചർച്ചയായി ഇത് മാറുകയും ഇത് സ്ത്രീകളുടെ ഒരു പുതിയ ഒരു നവോത്ഥാനം പോലെ ആയി മാറുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ടെന്ന് ഞാൻ പറയും. ഇപ്പോൾ സ്ത്രീകൾ അവർ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങൾ അല്ലെങ്കിൽ തൊഴിലിടത്ത് അവർ നേരിടുന്ന എന്തെങ്കിലും സമ്മർദ്ദങ്ങളായിക്കോട്ടെ, ഇത് തുറന്നു പറയാനുള്ള ഒരു ആർജവം അവർക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്രീലേഖ മിത്ര എന്തുകൊണ്ടായിരിക്കും 15 വർഷം കഴിഞ്ഞ് ഇത്തരത്തിലൊരു ആരോപണമായി മുന്നോട്ട് വന്നത്? അതിലെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് പറഞ്ഞത്. ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു ഇത് വന്നപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ന്യായമായും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിൻ്റെ സത്യാസത്യങ്ങളിലേക്കോ അതിൻ്റെ വസ്തുതകളിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനൊരു മറുപടിയാണ് ശ്രീ രഞ്ജിത്ത് എന്നോടും മാധ്യമങ്ങളോടും അദ്ദേഹം അത് പങ്കുവച്ചത്. ഇപ്പോൾ നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ളത് ഷാജീൻ കരുണാണ്. സ്വാഭാവികമായിട്ടും ഒരു ചലച്ചിത്ര അക്കാദമിയുടെ നയരൂപീകരണ സമിതിയിൽ വരേണ്ടത് ചലച്ചിത്ര അക്കാദമി ചെയർമാനല്ലേ? അല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയുടെ നയരൂപീകരണ സമിതി, ഇത് സാംസ്കാരിക വകുപ്പിന്റെ ഗവൺമെന്റിന്റെ ഒരു സിനിമാ നയം. KSFTCയുടെ അധ്യക്ഷൻ കൂടിയാണല്ലോ. അല്ല, ഇതിന്റെ സംഘാടന ചുമതലയുടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് KSFTCക്കാണ്. പക്ഷേ ഇത് ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റിന്റെ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സിനിമാ കോൺക്ലേവ്. അവിടെ ഈ എല്ലാ കാര്യങ്ങളും സമഗ്രമായി ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും അവിടെ KSFTC ചെയർമാൻ എന്ന രീതിയിൽ ശ്രീ ഷാജി എൻ കരുൺ സാർ, അദ്ദേഹമാണ് അതിൻ്റെ ഒപ്പം അക്കാദമിയുടെയും ഒക്കെ ഒരു പ്രാതിനിധ്യം അതിനകത്തുണ്ടാകും. അല്ല, അക്കാദമി ചെയർമാൻ അല്ലേ വരേണ്ടതെന്നാണ് ചോദ്യം. ഇപ്പോൾ സംഘടനാ ചുമതല ഉണ്ടായിരിക്കുമ്പോൾ കമലടക്കമുള്ള ഇടതുപക്ഷ സംവിധായകർ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ KSFTCക്കാണ് അതിൻ്റെ ചുമതല. മറ്റ് വിശദാംശങ്ങളിലേക്ക് അത് വരുമ്പോൾ കൂടുതൽ വ്യക്തത വരുമ്പോൾ അതിനുശേഷം എനിക്ക് അതിനെക്കുറിച്ചൊരു പ്രതികരണം പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ 4.5 വർഷം വൈകിയാണ് വന്നത്. അത് നടപ്പിലാക്കിയതും അത് വരുന്നതും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണെന്നുള്ളതാണ്. ഇതിനും വർഷങ്ങൾക്ക് മുന്നേ, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2014 ഓഗസ്റ്റ് മാസം ഒരു റിപ്പോർട്ട്, സിനിമയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, കമ്മിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ട് UDF സർക്കാരിൻ്റെ കാലത്ത് അത് പുറത്തു കൊണ്ടുവന്നില്ല. അതിൽ കൊണ്ടുവന്നിട്ടുള്ള അതിനെ പഠിച്ചിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു, കൊണ്ടുവരേണ്ട ഒട്ടനവധി ശുപാർശകളുണ്ടായിരുന്നു. ആ ശുപാർശകളൊന്നും തന്നെ UDF സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സിനിമാ സംഘടനകളെക്കുറിച്ച് പഠിച്ച ഒരു റിപ്പോർട്ടായിരുന്നു. സിനിമ നിർമ്മിക്കുന്നത് തൊട്ട് സ്ക്രീനിലെത്തുന്നത് വരെയുള്ള
എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിക്കാൻ ഒരു ഏകജാലകം എന്നുള്ള രീതിയിൽ ഒട്ടനവധി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ റിപ്പോർട്ട് അന്ന് വന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലായിരുന്നു. അതിനകത്ത് കുറേ വസ്തുതയുണ്ട്. ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും സിനിമാ മേഖലയുടെ കാര്യത്തിൽ ഒരു നേരിട്ടുള്ള ഒരു നിയന്ത്രണമോ ഒരു ഇടപെടലോ ഒന്നും ഇപ്പോൾ സർക്കാരിന് അത്രയേറെ സാധ്യമല്ലാത്ത രീതിയിൽ സിനിമ എന്നത് സർക്കാരിന് അങ്ങനെ നേരിട്ട് നിയന്ത്രണമുള്ള ഒരു മേഖലയല്ല. അവിടെ നടക്കുന്ന ഇപ്പോൾ കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന സിനിമകളുടെ വിവരങ്ങളുടെ ഒരു വിവരശേഖരണമെങ്കിലും ശരിക്കും സർക്കാരിൻ്റെ ഒരു തലത്തിൽ ഉണ്ടാകണം. ഇപ്പോൾ സംഘടനകൾക്ക് ഇവിടെ വലിയ സ്വാധീനമുണ്ട്, അവരുടെ വലിയ ശക്തമായ പ്രവർത്തനമുണ്ട്. അത് അവിടുത്തെ അംഗങ്ങൾക്ക്, സിനിമാ മേഖലയ്ക്കൊക്കെ വളരെ ഗുണപ്രദമായ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. അവരുടെ എല്ലാ അവകാശങ്ങളും അവരുടെ എല്ലാം അതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതിനകത്തൊരു കടന്നുകയറ്റമൊന്നും ഉണ്ടാകരുത്. പക്ഷേ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ സിനിമാ മേഖലയെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു ചിത്രം സർക്കാരിന് ഉണ്ടാകണം. ആ സിനിമാ മേഖലയുടെ ഒരു വിവരശേഖരണമെങ്കിലും പ്രാഥമികമായിട്ട് നമ്മുടെ ഓരോ വർഷവും ഉണ്ടാകുന്ന സിനിമകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സംവിധാനമെങ്കിലും ചുരുങ്ങിയ പക്ഷം സർക്കാരിൽ അങ്ങനെ ഒരു സംവിധാനമെങ്കിലും ഉണ്ടാവണം. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. അത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമാ രംഗത്ത് പലപ്പോഴും നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഓരോ വർഷവും 25 കോടിയിലധികം ചിലവഴിക്കുന്നുണ്ട്. KSFDCക്ക്, ചലച്ചിത്ര അക്കാദമിക്ക്, ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നതിന്, ക്ഷേമനിധിയുടെ കാര്യത്തിൽ, അതുപോലെ സംസ്ഥാന ഫിലിം അവാർഡ് നൽകുന്ന, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്കായിട്ട് ഇത്രയും വലിയൊരു തുക ഈ മേഖലയുടെ ഉന്നമനത്തിനും ഈ മേഖലയുടെ വലിയ രീതിയിലുള്ള ഒരു ക്രിയാത്മകമായ മുന്നോട്ട് പോക്കിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബഡ്ജറ്റ്, ഒരുപാട് തുക ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് വിനിയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ മേഖലയിൽ ഗവൺമെൻറ്റിന് പലപ്പോഴും ഫലപ്രദമായി ഇടപെടാൻ പറ്റാതിരിക്കുന്നത് ഇത്തരം ഒരു സംവിധാനത്തിൻ്റെ ഒരു അപാകത. അത് തന്നെയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെ അന്ന് ഇത് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം അതിനകത്ത് കുറച്ചുകൂടി കടന്ന ഒരു രീതിയിൽ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുകയും ഇത് ഇവിടെ ഒരു സിനിമ റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാവുകയും അത് പൂർണ്ണമായും സിനിമാ രംഗം ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാവുകയും ഒക്കെ വേണം എന്നുള്ള ഒരു വലിയ നിഗമനത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ അത് പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ അതിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയോ ഒന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. UDF സർക്കാർ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഇത് വൈകിപ്പിച്ചു അല്ലെങ്കിൽ ഇത് പൂഴ്ത്തിവെച്ചു എന്ന് പറഞ്ഞ് ഇന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഇതേ പാർട്ടിക്കാരല്ലേ അന്ന് ഭരിച്ചത്. ആ റിപ്പോർട്ട് കൊണ്ടുവരാൻ അവർ മനസ്സ് കാണിച്ചില്ലല്ലോ. അതൊക്കെ നിങ്ങൾ അതിൻ്റെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണം. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്തത് കൊണ്ട് എനിക്ക് അത്തരം ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ എൻ്റെ മുമ്പിലുള്ള അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം. അല്ല അതിൻ്റെ പിന്നിൽ പഴയ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയവും ഇപ്പോഴത്തെ അതൊന്നും അല്ല. പക്ഷേ ഈ ഗവൺമെൻറ് വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇതിൽ ഇടപെടുകയും തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചതും. അതിനകത്തുള്ള ചില തടസ്സങ്ങൾ കാരണം സാങ്കേതികമായ അത് ഞാൻ വ്യക്തമാക്കിയല്ലോ, വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അത്തരം തടസ്സങ്ങളുടെ പേരിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റാത്തൊരവസ്ഥ സർക്കാരിനുണ്ട്. അതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് എന്താണ് ഈ വിവരാവകാശത്തിൻ്റെ ഒരു ഉത്തരവൊക്കെ വന്നപ്പോൾ ഇത് തീർച്ചയായിട്ടും വിടാൻ അതിന് ഒട്ടും മടിച്ചില്ലല്ലോ സർക്കാർ. അപ്പോൾ അത്രയും സുതാര്യമായിട്ട് തന്നെയാണ് സർക്കാർ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അഭിനന്ദനീയം തന്നെയാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാനത് സൂചിപ്പിച്ചത്. കാരണം 1970 ഇത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതായത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയും അതുപോലെ KSFDC രൂപീകൃതമാകുന്നതും സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പ അടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിലൂടെയാണ് ഫലവത്താവുന്നത്. കാരണം അത് അന്ന് അച്യുതമേനോൻ സർക്കാരായിരുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും ഇടതുപക്ഷ സർക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പൊതുവായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് സർക്കാർ വേട്ടക്കാർക്കും അതുപോലെ തന്നെ ഒരേ സമയം വേട്ടക്കാർക്കും ഇരയ്ക്കും ഒപ്പമാണെന്നൊരു പ്രതീതി സൃഷ്ടിച്ചില്ലേ ഇപ്പോൾ? അങ്ങനെയൊന്നും സൃഷ്ടിച്ചായിട്ട് ഞാൻ കരുതുന്നില്ല. സർക്കാർ എപ്പോഴും അവരുടെ ഇത് കൃത്യമാക്കി പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഇരകളോടൊപ്പം തന്നെയാണ്. ഒരിക്കലും ഒരു വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു നയമൊന്നും സർക്കാർ സ്വീകരിച്ചായിട്ട് ഞാൻ കരുതുന്നില്ല. ഇരകളെ സംരക്ഷിക്കുന്ന അവരുടെ അപ്പോഴും മുകേഷിന്റെ രാജി വൈകുകയാണ്. മുകേഷിന്റെ രാജി വൈകുകയാണ്. അല്ല, അതൊക്കെ പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്തൊക്കെ അവരുടേതായ കാര്യങ്ങൾ അവർ വിശദീകരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇരകളോടെപ്പോഴും അവരുടെ പക്ഷത്ത് നിൽക്കുന്ന, അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു വിമൺ എംപവർമെൻറ്റിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇവിടെയും മറ്റൊരു കാര്യം കൂടി എനിക്ക് വ്യക്തമാക്കാനുണ്ട്. ഈ റിപ്പോർട്ട് വൈകിയെന്ന് താങ്കൾ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞല്ലോ.
പക്ഷേ അതിലെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുറത്തു വരാൻ അല്പ കാലതാമസം എടുത്തുവെങ്കിലും റിപ്പോർട്ടിനകത്ത് കുറേ നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റി സമർപ്പിച്ചിരുന്നു. ഈ മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ, ഏതാണ്ട് 24ഓളം നിർദ്ദേശങ്ങൾ. അതിനകത്ത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് പറയുന്ന ICC ഫലപ്രദമാകണമെന്നുള്ള ഒരു നിർദ്ദേശം, സ്ത്രീകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ള അതിനെക്കുറിച്ചുള്ള കർശനമായ നിർദ്ദേശം, സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു സെറ്റിൽ നേരിടേണ്ടി വന്നാൽ അത് കൃത്യമായി പരാതിപ്പെടാനും അവർക്ക് കൃത്യമായ നിയമ പരിരക്ഷ ഉറപ്പുവരുത്താനും വേണ്ട സംവിധാനങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം. ഒപ്പം ഈ ICCകൾ എല്ലാ സെറ്റുകളിലും ഓരോന്ന് വ്യത്യസ്തമായിട്ട് വരുന്നു. അതിലൊക്കെ ഉപരി ഈ ഒരു സമഗ്രമായി സിനിമയ്ക്ക് വേണ്ടി ഒരു ട്രൈബ്യൂണൽ, സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി പറയാനും അതിന് നിയമപരമായ നടപടികൾ കൈക്കൊള്ളാനും നിയമപരമായ എല്ലാ സുരക്ഷയും പരിരക്ഷയും നിയമസഹായവും എല്ലാം കൃത്യമായി സ്ത്രീകൾക്ക് കിട്ടാനും വേണ്ട ട്രൈബ്യൂണലിനെ കുറിച്ചൊരു നിർദ്ദേശം അതിനകത്തുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം കൂടി വേണ്ടിയിട്ടാണ് ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നതിനകത്ത് എല്ലാം വ്യക്തതയോടുകൂടി ഒരു അന്തിമ രൂപം അതിനകത്ത് വരികയാണ്. ഈ റിപ്പോർട്ട് ഈ വരുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ സർക്കാർ ഇത് പരിശോധിക്കുകയും ഇതിനകത്ത് ഹേമ കമ്മിറ്റി കുറേ നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സിനിമയുടെ മുമ്പോട്ടുള്ള ആരോഗ്യകരമായ മുന്നോട്ടുള്ള പോക്കിനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ, ഏതാണ്ട് 24ഓളം നിർദ്ദേശങ്ങൾ സിനിമാ രംഗത്ത് അടിയന്തരമായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളെല്ലാം കൂടി പരിഗണിച്ച് തന്നെയാണ് സിനിമാ രംഗത്ത് ഈ സിനിമാ സെറ്റുകളിൽ ICC പോലുള്ള ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അത് ഫലപ്രദമല്ലാതിരിക്കുന്നിടത്തൊക്കെ ഇത് വളരെ ശക്തമായി അങ്ങനെ ഒരു വേദി, സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു അപമാനം നേരിട്ടാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ കൃത്യമായി അത് പറയാനും പരിഹരിക്കാനുള്ള ആ വേദികൾ എല്ലായിടത്തും അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ലഹരി മരുന്നിൻ്റെ വ്യാപനത്തെക്കുറിച്ച് അതിനെയൊക്കെ തടയാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച്, സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള ശക്തമായ നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് സ്വീകരിച്ചു. ഒപ്പം സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഇന്നിപ്പോൾ മലയാള സിനിമയിൽ വളരെ കുറവാണ്. നമ്മുടെ ഈ അഭിനയത്തിൻ്റെ മേഖലകളിൽ കുറേ സ്ത്രീകളുണ്ടെങ്കിലും അതിൻ്റെ സാങ്കേതികതയുടെ മേഖലകളിലും മറ്റുമൊക്കെ സ്ത്രീ സാന്നിധ്യം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു വലിയ കടന്നുവരവ് ഈ മേഖലയിൽ ഉണ്ടാകാൻ, നിർഭയമായി വളരെ സ്വതന്ത്രമായി ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇവിടം സ്ത്രീകൾ, ഈ സിനിമാ മേഖല എന്ന് അവർക്കൊരു ബോധ്യം നൽകുകയും അവരുടെ ഒരു എംപവർമെൻറ്റ് കൂടി ഉദ്ദേശിച്ചുകൊണ്ട് കുറേ സ്ത്രീ സംവിധായകർ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കുറേ പരിശീലന പദ്ധതികൾ പല മേഖലകളിലും, സിനിമയുടെ സാങ്കേതിക മേഖലകൾ ഉൾപ്പെടെയുള്ള പരിശീലന പദ്ധതികൾ അത് ചലച്ചിത്ര അക്കാദമിയും കൂടി ചേർന്ന് തന്നെയാണ് അത് ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഒപ്പം കുറേ സ്ത്രീ സംവിധായകർക്ക് ഒരു കൃത്യമായ ഒരു തുക സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് അവരുടെ കുറേ സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള KSFDCയുടെ നേതൃത്വത്തിൽ അത്തരം കുറേ ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ശരണ്യ സുബ്രഹ്മണ്യത്തിൻ്റെ ആ സിനിമയൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ അത്തരം സിനിമകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെടുന്നു. ഇങ്ങനെ വിവിധങ്ങളായ കുറേ പരിപാടികൾ സർക്കാർ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സമഗ്രമായി ഒരു ട്രൈബ്യൂണൽ എന്ന ആശയം, അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഒരു സിനിമയിലെ മേഖലകളിൽ പ്രശ്നം നേരിടുന്ന സ്ത്രീകൾക്ക് ഉചിതമായ രീതിയിൽ അത് അവതരിപ്പിക്കാനും നിയമ സംരക്ഷണവും നിയമ പരിരക്ഷയും ഉറപ്പുവരുത്താനും തങ്ങൾക്ക് നേരെ അതിക്രമം നടത്തുന്നവരെ അവരെ ഉചിതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാനുള്ള ഒരു സംവിധാനം എന്നൊക്കെയുള്ള രീതിയിൽ ട്രൈബ്യൂണലിൻ്റെ ഇതെല്ലാം കൃത്യമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, അതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഈ കോൺക്ലേവ്. ഇതെല്ലാം സമഗ്രമായി കൂടുതൽ വ്യക്തതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി അത് ചർച്ച ചെയ്ത് അതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റത്തിന് തന്നെ സഹായകമാകും, പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ഇത് തന്നെയാണ് സജി ചെറിയാനും ആവർത്തിച്ച് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതും, സ്ത്രീപക്ഷത്തോടൊപ്പമാണ് ഈ സർക്കാർ എന്നുള്ളത്. പക്ഷെ അപ്പോഴും ആരോപണം നേരിട്ട ഒരു MLA, നടൻ, അദ്ദേഹം മുകേഷ് ഇപ്പോഴും ആരോപണ വിധേയനായി മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് രാജിവെക്കാനായിട്ട് ഉള്ള പല ഇപ്പോൾ WCC ആയിക്കോട്ടെ, പൊതുസമൂഹമായിക്കോട്ടെ, സമൂഹ മാധ്യമങ്ങളിലടക്കം മുകേഷിനെതിരെ ആരോപണം ഉയരുന്നു, അദ്ദേഹം രാജിവെക്കണം. ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ ഇത് എത്രത്തോളം ഫലവത്താകും? സ്ത്രീപക്ഷത്തോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നത്. ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇപ്പോൾ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു. ഒരു അന്വേഷണ സംഘം വളരെ ശക്തമായ രീതിയിൽ അത് രൂപീകരിച്ച് അവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു.
ഇതിനകത്ത് ഈ ആരോപണ വിധേയരെല്ലാം ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേസിന്റെ ഭാഗമാണല്ലോ. തീർച്ചയായും അതാണ് പ്രധാനം. പക്ഷെ അപ്പോഴും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുകൾ ഇരിക്കുമ്പോൾ ധാർമ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമാണ്. അതൊക്കെ അവർ സ്വയം തീരുമാനിക്കുകയും പാർട്ടി തീരുമാനിക്കുകയും ചെയ്യണം. അതിനെക്കുറിച്ച് ഞാൻ അതിലേക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇപ്പോൾ ഉചിതമല്ല. പക്ഷേ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തുകയും അത് കുറ്റവാളികളാണെന്ന് അവർ നിയമത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടാൽ അത് തീർച്ചയായും അത്തരം സംരക്ഷണവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇതേ വ്യക്തി നയരൂപീകരണ സമിതിയിലുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും അനഭിമതരായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്തുന്ന കാര്യം ചർച്ച ചെയ്യാം. അതിന് സാംസ്കാരിക വകുപ്പും മന്ത്രിമാർ അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ ചർച്ച ചെയ്തിട്ട് അതിന് ഉചിതമായ തീരുമാനം ഉണ്ടാക്കും. ഇതിൽ ആരെയും ഒരു മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഒരിക്കലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. എല്ലാവരെയും പരമാവധി സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു സമവായത്തിലൂടെ ഒരു സമന്വയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ. ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടായപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചു, സിദ്ദിഖ് രാജിവെച്ചു. പക്ഷെ എന്തുകൊണ്ട് മുകേഷിന്റെ രാജി വൈകുന്നു എന്നുള്ള ഒരു ചോദ്യം വരില്ലേ? അദ്ദേഹത്തോടു കൂടി തന്നെ ചോദിക്കുക. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നടികളുടെ അവസരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ 2017 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഈ 17 ശേഷം ഈ 2024 വരെയുള്ള ഈ 5.5 വർഷത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നടി മലയാളത്തിൽ അഭിനയിച്ച സിനിമകൾ 3 എണ്ണമാണ്. അതുപോലെ തന്നെ WCCയിൽ വളരെ ആർജവത്തോടു കൂടി ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടക്കം മൊഴി കൊടുക്കുകയും ചെയ്ത ഒട്ടനവധി മലയാളത്തിലെ നടികളുണ്ട്. ഇവർക്കൊക്കെ പിന്നെ മലയാള സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കുന്ന അല്ലെങ്കിൽ വിലക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതുപോലെ അത്തരത്തിൽ എന്തെങ്കിലും ലോബികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പവർ ഗ്രൂപ്പുകളോ പ്രവർത്തിക്കുന്നുണ്ടോ? മുമ്പും ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് അവസരം നിഷേധിക്കുന്നത്? തങ്ങൾക്ക് നേരിടുന്ന അനുഭവങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അവസരങ്ങൾക്ക് കുറവുണ്ടാകും എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അത്തരം അവസരങ്ങൾ നിഷേധിക്കപ്പെടാറുണ്ട് പലപ്പോഴും. അത് ശരിയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിനകത്ത് അവർ പറഞ്ഞത് ഒരു 15 അംഗ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന. അങ്ങനെ ഒരു ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ചില പവർ സെൻറ്റേഴ്സ്, ചില പവർ സ്ട്രക്ചേഴ്സ് അത് സിനിമയിൽ ഒരു പരിധിവരെ ഉണ്ട് എന്നുള്ളത് അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ പറഞ്ഞ അർത്ഥത്തിലല്ല. അത് അവരൊരു ആലങ്കാരികമായിട്ടോ അല്ലെങ്കിൽ അതൊരു അല്പം ഒരു അതിഭാവുകത്വത്തോടു കൂടി ഒരു 15 അംഗ സംഘമാണ് സിനിമ നിയന്ത്രിക്കുന്നതെന്നൊക്കെ പറയുന്നതിനകത്ത് എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കോടികൾ മുടക്കി ഒരു സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാവ്, അയാൾക്ക് ആ സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണം, അതിൻ്റെ സംവിധായകൻ ആരായിരിക്കണം, ഇതിൽ സാങ്കേതിക മേഖലയിൽ ആരൊക്കെ പ്രവർത്തിക്കണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അധികാരമുണ്ട്. അപ്പോൾ അവിടെ നിർമ്മാതാവിനൊരു സ്വാഭാവികമായും അയാളൊരു അധികാര കേന്ദ്രമായി മാറും. ഇനി അവിടെ കുറേ കാലം പുറകെ നടന്നിട്ടൊക്കെ ആയിരിക്കും ഒരു സൂപ്പർ താരം ഒരു സിനിമയ്ക്ക് ഡേറ്റ് നൽകുന്നത്. അദ്ദേഹം ഡേറ്റ് നൽകി അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടിയ ഒരു സിനിമ അതൊരു ഓണാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതിനകത്തുണ്ടാവും. ഇത് ആരൊക്കെ തൻ്റെ കൂടെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചില സൗഹൃദങ്ങളോ ഒക്കെ അതിനകത്തുണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു വില കൽപ്പിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ഒരു അധികാര കേന്ദ്രം അത് ഉണ്ടാവും തീർച്ചയായിട്ടും. അവിടെ ഒരു പ്രബലനായ സംവിധായകൻ, ഒരുപാട് ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ഒരാളാണ് ആ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായും അദ്ദേഹത്തിനൊരു അധികാരവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും മേൽക്കൈ നേടാൻ ആകും. അപ്പം അത്തരം ചില അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പവർ സ്ട്രക്ചർ തീർച്ചയായിട്ടും എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിപ്പോൾ ഏത് മേഖലയിലായിരുന്നാലും ഇപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ആരും അവശ്യ ഘടകമല്ല. അതാണ് അതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മുടെ ചില സൂപ്പർ താരങ്ങളൊക്കെ വേണമെങ്കിൽ അവർ ആയിക്കോട്ടെ, പക്ഷെ മറ്റ് അഭിനേതാക്കളോ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാരും മസ്റ്റല്ല. ഒരാളില്ലെങ്കിൽ പകരം 100 പേര് വേറെയുണ്ട്. അതുകൊണ്ട് ഇതിൽ നിൽക്കുന്ന അത്രയേറെ ഒരു സംഘടിതരല്ലാത്ത, അത്രയേറെ ശബ്ദമുയർത്താൻ പറ്റാത്ത, തങ്ങളുടെ പ്രതികരണങ്ങളോ ഇതൊക്കെ കൃത്യമായി ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു വിഭാഗം സിനിമയിലുണ്ട്. കുറച്ച് ദുർബലരായ ഒരു വിഭാഗം തന്നെയാണ്. ആ വിഭാഗം അവർ എന്തെങ്കിലുമൊക്കെ ഒരു അപശ്രുതി മുഴക്കിയാൽ, എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറഞ്ഞാൽ തീർച്ചയായും അവർ സിനിമയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടും എന്നുള്ളത് ഒരു സാമാന്യ നിയമമാണ്. ആ കാര്യം അങ്ങനെയാണ് നമ്മുടെ ഒരു സംവിധാനം. അപ്പോൾ അത് ഈ പറയുന്ന കാര്യങ്ങളിൽ കുറേ വസ്തുതയുണ്ട്. അപ്പോൾ പലർക്കും തങ്ങൾ നേരിടുന്ന അനുഭവങ്ങൾ കൃത്യമായി അത് വെളിപ്പെടുത്താൻ പറ്റുകയോ പ്രതികരിക്കാൻ പറ്റുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് സിനിമ കുറയാറുണ്ട്.
അത് വ്യക്തിപരമായി എനിക്കും അത്തരം ചില അനുഭവങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ഒരു വേദിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പറയാമല്ലോ. പലപ്പോഴും നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിലയിടത്തൊക്കെ അനഭിമതരായി മാറും. അവരുടെ സിനിമകളിൽ പിന്നെ നമ്മൾ ഉൾപ്പെടില്ല. അത് യാഥാർത്ഥ്യം തന്നെ. അങ്ങനെയുള്ള അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ അതിൻ്റെ അനുഭവങ്ങളും പലതുണ്ട്. അത്തരം നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തുറന്ന് പറയേണ്ടി വരും. അവരുടെ സിനിമകളിൽ പിന്നീട് നമ്മൾ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് ഉണ്ടായത്. അതൊക്കെ അത്തരം ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ ഞാനില്ല. കാര്യം അത് എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു ചർച്ചയിലാവാം. ഇവിടെ ഇപ്പോൾ അതല്ല വിഷയം. പക്ഷേ ഇത് വസ്തുതയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചില കാര്യങ്ങൾ സ്വതന്ത്രമായി നിർഭയമായി നമ്മുടെ ചില പ്രതികരണങ്ങൾ, നമ്മുടെ ചില വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ അത് ചിലരെ അലോസരപ്പെടുത്തും, ചിലരുടെ ഉറക്കം കെടുത്തും. അത് തീർച്ചയായും നമ്മുടെ ഒരു തൊഴിലവസരങ്ങൾ പലയിടത്തും നിഷേധിക്കപ്പെടുകയും ചെയ്യും. അതിപ്പോൾ ഈ പറയുന്ന ഇവരുടെ കാര്യത്തിലൊക്കെ സത്യമായിരിക്കാം, തീർച്ചയായും. ഇപ്പോൾ ഈ അധികാര കേന്ദ്രങ്ങൾ, അതായത് ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അന്ന് ആ റിപ്പോർട്ട് UDF സർക്കാർ നടപ്പിലാക്കിയെങ്കിൽ ഈ അധികാര കേന്ദ്രങ്ങൾ ഒരു പക്ഷേ അതൊക്കെ ഇല്ലാതാകില്ലായിരുന്നു. അല്ല, അവിടെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഈ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ സിനിമയിലും സ്വാഭാവികമായി ഉണ്ടാകുന്ന അധികാര കേന്ദ്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു മേധാവിത്വം ഉണ്ടാകുന്ന ഒരു വിഭാഗമുണ്ട്, അവർക്ക് ഒരു അധികാരമുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷേ സിനിമയെ മൊത്തത്തിൽ നയിക്കുന്നത് അങ്ങനെ ഒരു 15 ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് വളരെ അതിഭാവുകത്വം കലർന്ന ഒരു പ്രസ്താവനയായിട്ടാണ്, അല്ലെങ്കിൽ അതൊരു വളരെ ആലങ്കാരികമായ ഒരു പ്രയോഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ സിനിമ പൂർണ്ണമായും അവരുടെ ഒരു നിയന്ത്രണത്തിലാണെങ്കിൽ ഇന്നിപ്പോൾ പുതിയ കുട്ടികൾ വന്നിട്ട് ഇവിടെ വിസ്മയങ്ങൾ തീർക്കുന്ന എത്രയോ സിനിമകൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയ വിജയം നേടിയ പ്രേമലു പോലെയുള്ള, മഞ്ഞുമ്മൽ ബോയ്സ് പോലുള്ള, അങ്ങനെ എത്രയെത്ര സിനിമകൾ നമ്മുടെ കൊച്ചുകുട്ടികൾ വന്നിട്ട് വലിയ താരപരിവേഷമൊന്നുമില്ലാത്തവർ ചെയ്തു. അതെല്ലാം വലിയ അത്ഭുതങ്ങളായിട്ട് മാറിയ ചില സിനിമകൾ പോലുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ എന്ന് സമഗ്രമായിട്ട് അങ്ങനെ ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ എങ്ങനെ സംഭവിക്കും? അത്തരമൊരു പവർ സ്ട്രക്ചർ ഇവിടെ ഉണ്ടെങ്കിൽ സംഭവിക്കുമോ? അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ഇവിടെ സംഭവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെ ഇതൊന്നും ആർക്കും അങ്ങനെ നിയന്ത്രിച്ചു നിർത്താവുന്നതില്ല. കുറച്ചു കാലമൊക്കെ കുറച്ച് പേരുടെയൊക്കെ ഒരു ചൊൽപ്പടിയിലൊക്കെ ചിലപ്പോൾ നിൽക്കുമായിരിക്കാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് പോകും. കഴിവുള്ള കലാകാരന്മാർ, കഴിവുള്ള പ്രതിഭകൾ, അവരെയൊന്നും ആർക്കും വിലക്കാനോ തടയാനോ ഒന്നും കഴിയില്ല. അവരെവിടെയെങ്കിലും കൂടിയൊക്കെ അവർ കയറി വരും. അവരുടേതായ സൃഷ്ടികൾ അവരുണ്ടാവും. അവരുടേതായ ഒരു സർഗപ്രതിഭ അവർ വെളിപ്പെടുത്തും, അത് അടയാളപ്പെടുത്തും, അത് ചരിത്രം രേഖപ്പെടുത്തും. അപ്പം അങ്ങ് മലയാള സിനിമയുടെ ഭാഗം കൂടിയായതുകൊണ്ട് ചോദിക്കട്ടെ, ഈ AMMയുടെ ഒരു രാജി അത് ഒരു ആവശ്യമായിരുന്നു? ഒരു കൂട്ടരാജിയിലേക്ക് പോയത് ഒരു ഒളിച്ചോട്ടമാണെന്നൊക്കെ ഒരു വിമർശനം നേരിടുന്നുണ്ടല്ലോ. അല്ല, ഒരു കൂട്ടരാജിയെ ഞാൻ അംഗീകരിക്കുന്നില്ല. അവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞാനതിൻ്റെ ആജീവനാന്ത അംഗമാണ്, അതിൻ്റെ സ്ഥാപക അംഗമാണ്. അത് തുടങ്ങിയത് മുതലുള്ള സ്ഥാപക അംഗമാണ്. അവിടെ ഈ ഒരു കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ, കുറേ പേർക്ക് ആരോപണം വന്ന് അവർ മാറി നിൽക്കണമായിരുന്നു. അതിനകത്തൊരു ധാർമ്മികതയുണ്ട്. അവർ തീർച്ചയായിട്ടും മാറി നിന്നത് ഒരു വലിയ മാതൃക തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പലരും അങ്ങനെ രാജിവെച്ചു, അവർ മാറി. അങ്ങനെ കുറ്റാരോപണം ഉള്ളവർ മാറി നിൽക്കട്ടെ. പക്ഷേ അതൊരു കൂട്ടമായ ഒരു രാജി. അവരെല്ലാം ഈ അംഗങ്ങൾ ഒരു ജനറൽ കൗൺസിൽ വളരെ ബുദ്ധിമുട്ടി ഒരു ദിവസം പല ഇടങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ സഞ്ചരിച്ച് അവിടെ വന്ന് വളരെ ചർച്ച ചെയ്ത് സൗഹൃദത്തോടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അംഗങ്ങളാണ്. അപ്പോൾ അതിനകത്ത് അവരിലാരിലും ഈ അംഗങ്ങൾക്ക് അവിശ്വാസമൊന്നുമില്ല ഈ ജയിപ്പിച്ച ആൾക്കാരിൽ. അതിനകത്ത് കുറ്റാരോപിതരായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. അതൊരു ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കുന്നതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ്. അത് നല്ല കാര്യം, നല്ല മാതൃകയാണ്. പക്ഷേ ഒപ്പം ഈ കൂടെയുള്ള കുറേ പേര് കൂടി ഒരു ബലിയാടാകുന്ന തരത്തിൽ ഇതിനകത്ത് വന്നതിനകത്ത് എനിക്ക് പ്രതിഷേധമുണ്ട്, തീർച്ചയായിട്ടും. ഇപ്പോൾ മലയാള സിനിമയെ നമ്മൾ നോക്കുമ്പോൾ സാമൂഹികപരമായാലും രാഷ്ട്രീയപരമായാലും സാംസ്കാരികപരമായാലും ഒട്ടനവധി വിമർശനങ്ങൾക്ക് വിധേയമായാണ് ഈ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മനുഷ്യന്മാരുടെ ഒരു അന്നം കൂടിയാണ് മലയാള സിനിമ വ്യവസായം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ വരുന്ന ഒരു ഘട്ടം ആകുമ്പോൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സിനിമയെ ആശ്രയിച്ച് നിൽക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തെ ഇത് ബാധിക്കില്ലേ? അതായത് കുറ്റാരോപിതരല്ലാത്ത മനുഷ്യന്മാരുടെ ജീവിതത്തെ കൂടി കളങ്കപ്പെടുത്തുന്നില്ലേ? അല്ല, ഇവിടെ എനിക്കൊരു വ്യക്തമായ ഒരു അഭിപ്രായം പറയാനുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ മലയാള സിനിമ മുഴുവൻ സംശയത്തിൻ്റെ ഒരു പുകമറയുടെ നിഴലിലാണ്. ഇവിടെയുള്ള എല്ലാ മനുഷ്യരും കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ്. അവരെല്ലാം ഇത്തരം ഒരു പരിപ്രേക്ഷ്യമാണ് ഇപ്പോൾ പ്രേക്ഷകന്റെ മനസ്സിലുള്ളത്. അത് മാറ്റണമെങ്കിൽ യഥാർത്ഥ കുറ്റക്കാരാരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് പുറത്തു വരണം. അതിന് ഈ
മൊഴികൾ നൽകുന്നവരും അവരും ഒക്കെ പുറത്തു വന്ന് അത് കൃത്യമായ വേദികളിൽ പരാതിപ്പെടേണ്ട വേദികളിൽ പരാതിപ്പെടണം. എന്നിട്ട് അതിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ളവരെ അവർ വെളിപ്പെടുത്തട്ടെ. ബാക്കിയുള്ളവരെ മുഴുവൻ ഈ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയും എല്ലാവരെയും ആ ഒരു ദൃഷ്ടിയോടുകൂടി പൊതുസമൂഹം കാണുന്നത് വളരെ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. കാര്യം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ നല്ല വ്യക്തിത്വങ്ങൾ എനിക്ക് അടുത്തറിയാം, എത്രയോ പേർ. അപ്പോൾ അവരെ മുഴുവൻ ഇങ്ങനെ ഒരു ആരോപണത്തിൻ്റെ നിഴലിൽ ആക്കുകയും അവരെല്ലാം ഇങ്ങനെ പ്രശ്നമാണെന്ന് ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന, ഇങ്ങനെ കണ്ണുമടച്ചുകൊണ്ടൊരു ഇങ്ങനെ ഒരു വെടിവെട്ടിച്ച് പോകുന്ന, കടടച്ച് വെടിവെട്ടിച്ച് പോകുന്ന എന്നൊക്കെ പറയുന്നത് പോലെ അത് ശരിയല്ല. അത് ഈ ഇൻഡസ്ട്രിയെ അത് വളരെ അപമാനത്തിലേക്കാക്കും. അത് ഇൻഡസ്ട്രിയെ ഒരു തകർക്കാനേ സഹായിക്കുള്ളൂ. അല്ലാതെ ഇൻഡസ്ട്രി നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, ശിക്ഷിക്കട്ടെ. പക്ഷെ അല്ലാത്ത എത്രയോ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയും കൂടി ഈ ഒരു ഇതിലേക്ക് ആക്കരുത്. അതിന് ഈ ആരോപണം നേരിടുന്ന ആൾക്കാരെ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരികയും വേണം. എന്തായാലും തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങൾ എന്തായാലും ഈ ഒരു പുകമറയിൽ നിന്നും മാറി ഒരു പുതിയൊരു വെളിച്ചം മലയാള സിനിമയ്ക്ക് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വെളിച്ചം പരക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഇതൊന്നും കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കൂടുതൽ കരുത്തോടെ, കാരണം ഇത് ജനങ്ങളുടെ ഒരു വലിയ ആഘോഷമാണ് സിനിമ എന്ന് പറയുന്നത്. അവരിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മാധ്യമമാണ് സിനിമ. ഇതിനകത്തൊക്കെയുള്ള ഇത്തരം കഥകളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് സിനിമ തുടങ്ങിയ കാലങ്ങൾ മുതൽ ഇവിടെ കേട്ടിട്ടുള്ളതാണ് ഇത്തരം കഥകൾ. പക്ഷെ അന്ന് ഇത്രയും മാധ്യമങ്ങളൊന്നും ഇത്രയും പ്രചാരത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് വല്ലപ്പോഴും ഒരു റേഡിയോ വാർത്തയിലോ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ അച്ചടിച്ച് വരുന്നതോ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിൽ വരുന്നതോ കാര്യങ്ങൾ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഇതിലപ്പുറം കാര്യങ്ങൾ അന്ന് സംഭവിച്ചിട്ടുണ്ടാവാം. അതൊന്നും പൊതുസമൂഹത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. അന്നും മലയാള സിനിമയിൽ ഇപ്പം തൻ്റെ ഒരു സഹപ്രവർത്തകയോട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ നാട്ടിലെ ഒരു റൗഡി, ഒരു ഗുണ്ട വളരെ മോശമായിട്ട് പെരുമാറിയ അയാളെ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ആ മധ്യത്തിലേക്ക് ചാടി ഇറങ്ങി അയാളെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് മർദ്ദിച്ച് അയാളെ അങ്ങനെ ഒരു മഹാനടൻ, സത്യം മാഷ് എന്ന് പറയുന്ന ഒരു മഹാനടൻ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഇവിടെ മലയാള സിനിമ. അതൊക്കെ ചരിത്രമാണ്. തൻ്റെ ഒരു സഹപ്രവർത്തകയെ, തൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയെ അവരുടെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന രീതിയിൽ അയാൾ എന്തോ കമൻറ്റുകൾ പറയുകയും കുറേ നേരമായിട്ട് മാഷ് ശ്രദ്ധിച്ചു. അയാളുടെ നേരത്തെ ഇങ്ങനെ ഒരു അപമര്യാദയായിട്ട് പെരുമാറിയ അയാളെ കൈകാര്യം ചെയ്ത അത്രയും തൻ്റെ ഇടമുള്ള ആർജവമുള്ള നടന്മാർ ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഈ ഒരു അപമാനം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് സിനിമയിൽ. അത് ഇന്നും ആ മേഖലയിൽ അത്തരം ആൾക്കാരും ഉണ്ട് എന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സമയമാണ്. വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ മലയാള സിനിമ ഒരു പുതിയൊരു വസന്തകാലത്തിലേക്ക് കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രകാശം, ഒരു വെളിച്ചം അതകലെയല്ല. താങ്ക് യു.